സാർ ഏറ്റവും എല്ലാ കാര്യവും ക്രിസ്പായിട്ടുള്ള എക്സാമ്പിൾസ് ആണ് സാർ പറഞ്ഞത്. അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ്, ഇപ്പം ക്യാൻഡിലിൻ്റെതായാലും നമ്മൾ സർവേ ടെക്നിക്സ് ആയാലും സാർ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. സോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻ ആയിട്ട് തോന്നുന്നു സാർ. എങ്ങനെ ഒരു സൈറ്റേഷൻ ചെയ്യാം അല്ലെങ്കിൽ ഒരു പേപ്പർ എങ്ങനെ ചെയ്യാന്നുള്ള കാര്യത്തിൽ ഒരുപാട് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ട്. അപ്പം മുന്നോടിയാണെങ്കിൽ പോലും സാർ പറഞ്ഞ കുറെ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അതിനെക്കാട്ടും കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ആ കൺസെപ്റ്റ് മനസ്സിലായി എങ്ങനെയാണ് അതിലേക്ക് ശരിക്കും അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. ഞാൻ സാധാരണ സെമിനാറിന് പോയാൽ അവിടെ നിന്ന് ഉറങ്ങാനാണ് പതിവ്. പക്ഷേ ഇവിടെ ഒരു രാവിലെ ഒരു വൈകുന്നേരം വരെ ഞാൻ ഉറങ്ങാതെ തന്നെ ഇരുന്നു. ക്ലാസ്സിലും ഞാൻ ഇത്രയും ആക്റ്റീവായിട്ട് ഇരിക്കാറില്ല. സാറിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ആക്റ്റീവായിട്ട് ഇരിക്കാൻ തോന്നി. അപ്പൊ ഞങ്ങളെ കോളേജിൽ നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. സെമിനാറുകൾക്കൊക്കെ ഞങ്ങൾ ട്രാൻഡൊക്കെ പോവാറുണ്ട്. അപ്പോൾ ഇതൊരു പ്രൊജക്ട് വർക്ക് ഞങ്ങൾ MSc സ്റ്റുഡൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത നമ്മളെ കടമ്പ പ്രൊജക്റ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നുള്ള രീതിയിലാണ് വന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു. ഞങ്ങളുടെ പ്രൊജക്ടിന്റെ ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും അലോട്ട് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു സെഷൻ കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പ്രോജക്റ്റിനെ പറ്റി ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാണെന്നും എന്താ ചെയ്യേണ്ടതെന്നൊരു ക്ലിയർ ഐഡിയ കിട്ടിയത് ക്ലാസ്സിലൂടെയാണ്. ഞങ്ങൾക്ക് വന്നുകൊണ്ട് ഭയങ്കര ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഇൻഫോർമേറ്റീവ് ആയിട്ടും സർവേ രീതിയായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഇത് കേട്ട എല്ലാവർക്കും ഇത് ഭയങ്കര ബെനിഫിഷ്യൽ ആയി തോന്നി എന്നെനിക്ക് തോന്നുന്നു. ഭയങ്കര നന്നായിട്ട് സാർ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു സോ മച്ച്. എന്താണ് ഒരു പ്രൊജക്ട്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ലീഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ്, അതിന്റെ സ്റ്റെപ്സ്, കാര്യങ്ങളെല്ലാം തന്നെ സാർ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾ 15 പേരാണ് വന്നത്. ഞങ്ങൾ രാവിലത്തെ സെക്ഷൻ തന്നെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു നല്ല രീതിക്ക് തന്നെയാണ് സാർ ക്ലാസ് എടുത്തത്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു വൈഡ് ആയിട്ടുള്ള റേഞ്ച് നമുക്ക് മനസ്സിലായി. നല്ല സെക്ഷനായിരുന്നു. ഞാൻ എൻ്റെ ബോട്ടണി സബ്ജക്റ്റ് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്, ഇഷ്ടപ്പെട്ടെടുത്തതാണ്. അപ്പോൾ ഹ്യൂജ് പ്രൊജക്റ്റ് ഞങ്ങളുടെ ടീം സ്വന്തമായിട്ട് ചെയ്തതായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ലാതെ സ്വന്തം ടോപ്പിക് എടുത്ത് ചെയ്തതായിരുന്നു. PG അതിനെ കണ്ടിന്യൂ ചെയ്യാനെന്നാണ് താല്പര്യം. സാറിൻ്റെ സെക്ഷൻ നന്നായിരുന്നു. ഒരു പിക്ചർ കണ്ടിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് ടോപ്പിക്സ് എടുക്കണേന്ന് സാറ് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മേ ബി ആ ഒരു സാരിയുടെ കളറും ചിലപ്പോൾ ആ ടേബിളിലുള്ള ഫുഡും ആയിരിക്കാം. ഞങ്ങൾ നേരത്തെ വന്നൊരു കോൺസെപ്റ്റിലാണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷേ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതുകൊണ്ടാണ് ആ ഒരു പിക്ചറിൽ നിന്ന് അത്രയും ടോപ്പിക്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇൻസൈറ്റ് ഞങ്ങൾക്ക് കിട്ടിയത്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോട് ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ്. ഞങ്ങൾക്കൊരു പേപ്പറുണ്ട്, സെൻഫർ ഏരിയപ്പം സുവോളജിയിൽ ഒരു റിസർച്ച് മെത്തഡോളജിയിൽ ഒരു പേപ്പറുണ്ട്. ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ആയതേ ഉള്ളായിരുന്നു. ഇപ്പോൾ കുറേ ഐഡിയ കിട്ടി എങ്ങനെയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു ജാനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊജക്റ്റ് വരുന്നുണ്ട്.